ഈ മാസത്തെ സദസ്സ് പരിപാടി അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ കൃഷ്ണൻ ഇവിടെ മുഖ്യാതിഥിയായി എത്തി തൻ്റെ ജീവിത കഥ നമുക്ക് മുന്നിൽ മുമ്പ് നോവലിലൂടെയും സിനിമയിലൂടെയും പറഞ്ഞ കഥാപാത്രം എന്ന നിലയിൽ ഉള്ള ശ്രീ മജീദ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മറ്റൊരർത്ഥത്തിൽ ഇന്നത്തെ ചർച്ചയുമായിട്ടും പുസ്തകമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ സ്വാഭാവികമായിട്ടും ശ്രീ പ്രവീൺ ചന്ദ്രൻ നമ്മുടെ നോവലിസ്റ്റും പ്രിയ സുഹൃത്തും എഴുത്തുകാരനുമായ സന്തോഷമാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ളവരെ ഏവർക്കും അഭിവാദ്യങ്ങൾ. തുടക്കത്തിൽ ശ്രീ ഹരികുമാർ സ്വാഭാവികമായി മലയാള സാഹിത്യത്തിൽ വലിയ സംഭാവനകൾ ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ അധ്യക്ഷൻ കൃത്യമായി പറഞ്ഞിരുന്നു. വളരെ സ്നേഹപൂർവ്വം വ്യക്തിഗതമായ ഓർമ്മ എന്നെ സംബന്ധിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു ടെക്കി എന്ന നിലയ്ക്കുള്ള പ്രാഗൽഭ്യം, സായാഹ്ന പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിൽ അദ്ദേഹം ചെയ്ത സംഭാവനകളൊക്കെ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. നമുക്ക് നോവലിന്റെ കാര്യത്തിലേക്ക് വരാം. സന്തോഷ് കുമാർ എന്ന എഴുത്തുകാരന്റെ പ്രത്യേകത, അല്ലെങ്കിൽ കഥകളിലൂടെയും നോവലുകളിലൂടെയും ഒക്കെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള അനുഭവ ലോകങ്ങൾ വളരെ ഋജുവായ, വളരെ പെട്ടെന്ന് നമ്മുടെ തന്നെ അനുഭവവുമായി ലയിക്കുന്ന ആഖ്യാനത്തിന്റെ ഒരു ഘടകം എപ്പോഴും സന്തോഷം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് ഏറ്റവും കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് വലിയ ആഖ്യാനത്തിന്റെ അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറം നിശ്ചയമായിട്ടും അനുഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അനുഭവവുമായി എഴുത്തുകാരന്റെ അനുഭവം എന്നതിനപ്പുറം അങ്ങനെയല്ലല്ലോ എഴുത്തിൽ നാം പറയുക. പക്ഷേ അത് ട്രാൻസാക്ട് ചെയ്യുന്ന അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ ബെന്യാമിന്റെ പുസ്തകം ഇത്ര കണ്ട ആളുകളിലേക്ക് എത്തിയെന്ന് നാം പറയുമ്പോൾ യഥാർത്ഥമായ ഒരു ജീവിതം, നജീബിന്റെ ജീവിതം അതിൽ കടന്നു വന്നു എന്ന അർത്ഥത്തിൽ കൂടിയാണ്. അല്ലാതെ അതിൽ വളരെ ദാർശനികമായ ഗരിമയോ ആഖ്യാനത്തിന്റെ വലിയ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഉന്നതമായ ഒരു നോവലോ പോലും അല്ല എന്ന് നിസ്സംശയം പറയാവുന്ന ആടുജീവിതം. പക്ഷേ മലയാള സാഹിത്യത്തിൽ അതിന്റെ സാഹിത്യ മണ്ഡലത്തിന്റെ പരിമിതികളെ പോലും ലംഘിച്ചുകൊണ്ട് നാം ഇന്ന് പറയുന്ന രീതിയിൽ വലിയ തോതിൽ ജനകീയമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ഇതിന് ഇന്ന് പുതിയ സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ നോവലിന്റെ ഫിക്ഷന്റെ ഒക്കെ ഒരു പ്രത്യേകത ഈ വലിയ നാം പറഞ്ഞിരുന്ന ഇന്നലകളിൽ പറഞ്ഞിരുന്ന ഉദാത്തമായ സാഹിത്യം എന്ന സങ്കല്പത്തിൽ നിന്ന് മാറുകയും ഇത് ഒരു ജനകീയ സാഹിത്യത്തിന് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയാനുള്ള ഒരു കൾച്ചറിന്റെയും ഇതിന്റെയും ഇടയിലേക്ക് പല സമയത്തും വരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, ഭാഷാപരമായ കാരണങ്ങളുണ്ട്, വായിക്കുന്ന അടുത്ത ജനറേഷന്റെ ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇന്നലകളിൽ വായിച്ചിരുന്നവരും പുതിയ എഴുത്തും അല്ലെങ്കിൽ സാഹിത്യവും അത് വായിക്കുന്നവരും ഒക്കെ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ നിരവധി ഘടകങ്ങൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ തൊട്ടുമുമ്പ് സംസാരിച്ചതുപോലെ ഗൗരവമുള്ള നിരൂപണം പോലും ഭാഷ ഇന്ന് ആവശ്യപ്പെടാത്ത വിധം അത് മാർക്കറ്റിംഗിന്റെ ഒരു പുതിയ ഇടമായി തീരുന്നു. പലപ്പോഴും പുസ്തക മാർക്കറ്റ് വളരെ സ്യൂഡോ മാർക്കറ്റിംഗ് ആയിത്തീരുന്നു, സ്യൂഡോ മാർക്കറ്റിംഗോ ആയിത്തീരുന്നു. അപ്പോൾ അത് പലപ്പോഴും റീൽസോ അല്ലെങ്കിൽ മറ്റു പലതും ആയിച്ചേർന്നുള്ള പല പരിപാടികളിൽ അധിഷ്ഠിതമായ ഒന്നായിത്തീരും. മറിച്ച് ഒരു പുസ്തകം രൂപപ്പെടുത്തേണ്ടുന്ന ആശയലോകത്തിന്റെ സംവാദ പദ്ധതികൾ
ഒന്നും തന്നെ പതുക്കെ പതുക്കെ മലയാളത്തിന് ഇല്ലാതായി തീരും. ഇപ്പോ സന്തോഷിന്റെ പുസ്തകം ഇവിടെ വി വിജയകുമാർ സാറൊക്കെ ഇരിക്കുന്നത്. മാഷൊക്കെ വളരെ ഗൗരവപൂർവ്വം സാഹിത്യത്തെ സമീപിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവാദ സാധ്യതകൾ ഉണ്ടാക്കാനോ ആശയലോകത്തിന് വേണ്ടി ഇപ്പോ പുതിയ കാലം കൂടുതൽ പരിശ്രമിക്കുന്നത് കാണാം. പക്ഷെ പൊതുവിലുള്ള ഈ ഒരു സാഹചര്യം, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോ തപോമയ്യയുടെ അച്ഛൻ എന്നതുപോലെ ഒരു നോവൽ, അതിൽ നിശ്ചയമായിട്ടും ഇപ്പൊ ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ അഭയാർത്ഥി എന്നുള്ള ഒരു വലിയ ജീവിതാവസ്ഥ നമ്മൾ പ്രതിവർഷം വർദ്ധിച്ചു വരുന്ന ഒന്നാണ് ലോകത്ത് അഭയാർത്ഥി പ്രശ്നം എന്നത്. കാരണം ലോകമാകെ അശാന്തമാണ്. നിരവധി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല യുദ്ധങ്ങൾക്കും വിരാമമില്ലെന്ന് മാത്രമല്ല, പുതിയ പല യുദ്ധങ്ങളും തുടരുന്നു. റഷ്യ, ഉക്രൈന, അല്ലെങ്കിൽ പിന്നെ പാലസ്തീൻ, ഇസ്രായേലോ ഇങ്ങനെയുള്ള ഇപ്പം വളരെ സജീവമായി നിൽക്കുന്നത് മുതൽ കാലങ്ങളായി നിലകൊള്ളുന്ന, അപ്പൊ ഇതിന്റെ ഭാഗമായി അദ്ദേഹം തന്നെ ശ്രീ സന്തോഷത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നേരിൽ അഭയാർത്ഥി ക്യാമ്പിൽ കണ്ട ചില കാഴ്ചകളും ഒക്കെ അതിന്റെ ഒരു മെറ്റീരിയലായി മാറുന്നതിനെ കുറിച്ച് അത് വലിയൊരു വിഷയമാണ്. അപ്പോ രാജ്യത്തിനകത്തും പുറത്തും ഉള്ള പലതരം ക്യാമ്പുകൾ, ഡിസ്പ്ലേസ്ഡ് ആയ ആളുകൾ ആന്തരികമായി ഡിസ്പ്ലേസ്ഡ് ആയി മാറുന്നവർ, അല്ലെങ്കിൽ ഗ്ലോബലായി തന്നെ റെഫ്യൂജീസ് ആയി മാറുന്നവർ. ഇതിന്റെ കണക്കൊക്കെ ഇപ്പോ ഞാൻ വായിച്ചത് ഒരു ഇൻഫർമേഷന് വേണ്ടി നോക്കുമ്പോൾ 120 മില്യൺ കഴിയുന്നു അഭയാർത്ഥികൾ എന്നാണ് പറയുന്നത്. ശ്രീ നജീബ് പറഞ്ഞതുപോലെ ഒരു നജീബിനെ കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ട് കാണുന്നു. 1000 നജീബുമാർ അപ്പുറത്തുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടി അതിന്റെ ഭാഗമായി ഉണ്ട്. അങ്ങനെ ഒരിടത്തു നിന്നാണ് നോവൽ ആരംഭിക്കുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ ടീമിലുള്ള നേരത്തെയും വന്നിട്ടുള്ള ചില വർക്കുകളോടെ പരാമർശിക്കുന്നത് പല രീതിയിലാണ്. എങ്കിൽ പോലും സ്വത്വം എന്നുള്ളത്, ഒരു ഐഡന്റിറ്റി എന്നത്, ഒരു മേൽവിലാസം എന്നത് ഇല്ലാതെ പോകുന്നു. ഇപ്പൊ നമ്മള് ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ കാണുമ്പോൾ സിനിമയുടെ എന്നത്തെയും വളരെ മുഖ്യമായ ഒരു പ്രമേയമായി നിലകൊള്ളുന്ന ഒരു വലിയ പ്രശ്നം ഈ പറഞ്ഞ വ്യക്തിയുടെ പിന്നെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി തന്നെയാണ്. നിങ്ങൾ യു ബിലോങ് ടു, നിങ്ങൾ എവിടുത്തെ ആരാണ് നിങ്ങൾ, ഏത് രാജ്യക്കാരനാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത, അപ്പൊ വ്യക്തിഗതമായ അഭയാർത്ഥിത്വം പല തലങ്ങളിലാണ്. അതിന്റെ രാഷ്ട്രീയമായ സാഹചര്യത്തിന്റെ തീക്ഷ്ണത, അതിൽ പെടുമ്പോഴുള്ള അവസ്ഥ, ഇതെല്ലാം നിലനിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തപോമയ്യയുടെ അച്ഛൻ പോലൊരു കൃതി, പ്രത്യേകിച്ചും അഭയാർത്ഥി ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ പശ്ചാത്തലത്തെ, അതിന്റെ അനുഭവ പരിസരങ്ങളെ കേന്ദ്ര പ്രമേയമാക്കിക്കൊണ്ട് ഒരു വശത്ത് വരുന്നത് എന്ന പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. അത് വളരെ പ്രധാനമാണ് ആവശ്യത്തിൽ. അപ്പൊ പക്ഷേ അതിന്റെ ഒപ്പം സന്തോഷ് കുമാറിന്റെ ആഖ്യാനത്തിൽ എനിക്ക് കൗതുകകരമായി തോന്നിയത് നോവൽ ആരംഭിക്കുന്നത് അതിന്റെ ഗൂഢ ലിപിയെ കുറിച്ച് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ഗൂഢലിപി, ഒരു ആശംസ കാർഡ് വന്നുപെടുകയും അത് നോക്കിക്കൊണ്ട് ആ ആദ്യ വായനയിൽ നമ്മളത് അത്ര കാര്യമായി മനസ്സിലാക്കില്ല. ഇപ്പൊ എന്റെ നിലവിലുള്ള അവസ്ഥ വെച്ച് എനിക്ക് അനായാസം വായിക്കാൻ കഴിയുന്ന ഒരു കോഡ് എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം നമ്മളെ സംബന്ധിച്ച്, ഒരു വായനക്കാരനെ സംബന്ധിച്ച് അത് തന്നെയും കൗതുകകരമായി നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അതിലൊരു വലിയ സൂചനയുണ്ട്. ഈ ഗൂഢലിഖിതങ്ങളുടെ ജീവിതത്തിന്റെ ഗുഹാമുഖങ്ങളിലുള്ള നിഗൂഢതയിലേക്ക് പിന്നീട് പോകാൻ പോകുന്ന വലിയ സൂചന നൽകുന്ന വിധത്തിൽ അത് ആരംഭിക്കുന്നു എന്നത്. അവിടെ മുതൽ എഴുത്തുകാരന്റെ വളരെ സൂക്ഷ്മമായ സമീപനം നമ്മൾക്ക് കാണാൻ കഴിയും. കാരണം സന്തോഷ് കുമാർ എപ്പോഴും സർഗാത്മകത ഉള്ള എഴുത്തുകാരനായിരിക്കെ തന്നെ വളരെ കൃത്യമായ ഗൃഹപാഠം കൂടി ചെയ്ത് മാത്രം എഴുതുന്ന എഴുത്തുകാരൻ. അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ എല്ലാ രചനകളുമായി ബന്ധപ്പെട്ടും നമുക്ക് പറയാൻ കഴിയും. അന്ധകാരനാഴിയായാലും ജ്ഞാനഭാരമായാലും എല്ലായിടത്തും ഉള്ള പ്രമേയത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ പിന്നെ വികാസവും ഒക്കെ കൃത്യമായ
ചില പഠനങ്ങൾ കൂടി അതിന് പിന്നിലുണ്ടായി. വെറുതെ ഇപ്പൊ ഒരു അടിയന്തരാവസ്ഥയുടെ ഒരു കാലത്തെ അന്ധകാരനഴിയിൽ ഒരു ശ്രീനിവാസൻ എന്ന കവിയോ അല്ലെങ്കിൽ ശിവൻ എന്ന ആദ്യം ആളുകളുടെ പുരോഗമനത്തിനും ക്ഷേമത്തിനും വേണ്ടി നടത്തുന്ന വർഗസമരങ്ങൾ നയിക്കാൻ നിയുക്തമാക്കപ്പെട്ടതുപോലെ ഓടിപ്പോകുന്ന പോലീസിന്റെ ഏത് സമയത്തും തോക്കിന് ഇരയാകാവുന്ന ഒരു കഥാപാത്രം പിന്നീട് അതിന്റെ അധമമായ ഒരു അവസ്ഥയിലേക്ക് വീഴുന്നതിന്റെയോ അങ്ങനെയുള്ള അപജയങ്ങളുടെയോ ഒക്കെ രാഷ്ട്രീയ ചരിത്രം കൂടി സന്തോഷ് എഴുതുന്നത് അദ്ദേഹത്തിന്റെ സാമൂഹിക നിരീക്ഷണത്തിന്റെയും കൂടി ഭാഗമാണ്. അല്ലെങ്കിൽ ജ്ഞാനം എന്നത്, ജ്ഞാനവും വിജ്ഞാനവും ഒരേ സമയത്ത് അത് ഇന്ന് പുതിയ ജ്ഞാനങ്ങൾ കടന്നു വരുമ്പോൾ അതുണ്ടാക്കുന്ന ഭാരം അത് അറിഞ്ഞോ അറിയാതെയോ നാളെ ഏതൊക്കെ തരത്തിലേക്ക് ഇപ്പൊ നമ്മൾ റോബോട്ടിക്സിന്റെയോ AI-യുടെയോ അതല്ലെങ്കിൽ നെറ്റിന്റെയോ ഒക്കെ വളരെ വലിയ ലോകത്തേക്ക് മാറുമ്പോൾ, ഡാറ്റയുടെ വലിയ ലോകത്തേക്ക് എത്തുമ്പോൾ വരാനിരിക്കുന്ന ഇതെല്ലാം കഴിയുമ്പോഴുള്ള അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ആമുഖത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാ വിജ്ഞാന എൻസൈക്ലോപീഡിയ മുഴുവൻ വായിച്ചു കഴിഞ്ഞ കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചു എന്ന് അരോൾഡിനെ കുറിച്ചുള്ള അതിന്റെ മുത്തച്ഛൻ വായിച്ചതിനെ കുറിച്ച് പറയുന്ന ഒരു കൊല എന്നുള്ള കഥാപാത്രം പറയുമ്പോൾ അദ്ദേഹം ആമുഖമായി അതാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നത് പൊതുവിലുള്ള തന്റെ ജീവിത കാഴ്ചയുടെ വീക്ഷണത്തിന്റെ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇതിലെല്ലാം കടന്നു വരുന്നത്. അപ്പൊ ഇത്രയും വായിച്ച മനുഷ്യൻ പിന്നെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോ കാട്ടില് ആയിരുന്നു, പക്ഷെ പണി ഒരു മരം വീണ് മരിച്ചുപോയി. അപ്പൊ എൻസൈക്ലോപീഡിയ മുഴുവൻ അറിയുകയും ഹൃദിസ്ഥമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനും ചിലപ്പോൾ ഇത്രയും വളരെ നിസ്സാരമായി ഏത് സമയത്ത് ഈ ജീവിതത്തിന്റെ ആകസ്മികതയിലും നിഗൂഢതയിലും അതിന്റെ സാധ്യതയിൽ എല്ലാ സമയത്തും സന്തോഷ് കുമാർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ആഖ്യാനം പറയാതെ പറയുന്നു. ഇങ്ങനെയുള്ള എല്ലാവരിലും അത് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത് തപോമയി ഓർക്കുന്ന ഈ ആഖ്യാതാവിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കൊൽക്കത്ത അല്ലെങ്കിൽ പിന്നീടുള്ള ഡൽഹിയിലെ ഷെൽട്ടർ എന്ന് പറയുന്ന ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ക്യാമ്പും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് CSR ഫണ്ട് ഇതെല്ലാം നിങ്ങൾ വായിച്ചതായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ ഒരു കഥ പറച്ചിലിന്റെ രീതിയിലേക്ക് പോകാൻ അതുകൊണ്ട് താല്പര്യപ്പെടുന്നു. എങ്കിൽ പോലും കോർപ്പറേറ്റിന്റെ CSR ഫണ്ടിന്റെ സാധ്യതയ്ക്കൊക്കെ വേണ്ടി എത്തുന്ന ഈ കഥാപാത്രവുമായി വളരുന്ന ഒരു ആത്മബന്ധം അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യക്തിബന്ധത്തിന്റെ തീക്ഷ്ണത പിന്നീടാണ് അത് ഒന്നുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു വഴിക്ക് ഗിരിധറാവും അദ്ദേഹത്തിലൂടെ ഇതിലേക്ക് വന്നുപെടുന്ന തപോമയി ബറുവയും ആ തപോമയി ബറുവയുടെ അച്ഛനെ പിന്നീട് നമ്മുടെ ആഖ്യാതാവ് കണ്ട് സംസാരിക്കുന്ന ഘട്ടവും അപ്പൊ അദ്ദേഹം ഒഴുകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതകഥയും ആ ജീവിതകഥയിൽ എല്ലാ സമയത്തും നോവൽ തുടർച്ചയായി അല്ലെങ്കിൽ അതിന്റെ ആദ്യ മധ്യാന്തം നിലനിർത്തുന്ന നിഗൂഢതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിഗൂഢതയല്ല, ഭാഷയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില അന്വേഷണങ്ങളും ചിന്തകളും. കാരണം അതിനകത്ത് ഒരു നിഗൂഢ ഭാഷ എന്തിനു വേണം, വിനിമയത്തിനുള്ളൊരു ഭാഷ എന്തിനാണ് ഇങ്ങനെ ആകേണ്ടത്, എന്തിനാണ് കോഡുകൾ ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ അതിന് രഹസ്യ ഭാഷ എന്തിനു വേണം, അല്ലെങ്കിൽ യുദ്ധമുഖത്തുള്ള ഉപയോഗിക്കുന്ന മനുഷ്യനെ ഹിംസാത്മകമായി മാത്രം സമീപിക്കുന്ന അത്തരമൊരു ഭാഷ എപ്പോഴും രഹസ്യ ഭാഷ ഉണ്ടാക്കുമ്പോഴുള്ള അതിന്റെ ലക്ഷ്യം എന്താണ്, തന്റെ വിനിമയം എല്ലാവരിലേക്കും സുതാര്യമായി കൃത്യമായി എത്തുകയല്ലേ വേണ്ടത് എന്ന ചർച്ച അതിന്റെ അനുബന്ധമായി നോവലിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അപ്പോഴും ഈ ഗൂഢ ലിഖിതങ്ങൾ നോവലിന്റെ വളരെ സുപ്രധാനമായ ഒരു ഘടകമായി പ്രവർത്തിക്കും. അപ്പൊ ഒരു വശത്ത് ഗൂഢലിഖിതങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു നോവൽ ഭാഷയും ആഖ്യാനം അത് വളരെ ഭംഗിയായി വരുന്നു. അതേസമയം നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ ഡോക്ടർ കേണൽ ഷൺമുഖം സന്താനം, അദ്ദേഹം അതിലൊരു സുപ്രധാന സാന്നിധ്യമാണ്. ആകുന്നതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കാരണം ഗോപാൽ ബറുവ എന്ന് പറയുന്ന ഒരു അഭയാർത്ഥി
ഗ്ലോബൽ ബറുവയായി തീരുന്നതിൽ സന്താനം വഹിക്കുന്ന പങ്ക് എന്നുള്ളത് നോവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ്. എങ്കിലും തപോമനിയുടെ വളരെ തമാശപൂർവ്വം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ തന്റെ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒന്നുമില്ലാത്ത ഈ അഭയാർത്ഥികളുടെ ക്യാമ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആയി നടക്കുന്ന അവർ ഇടപെടുന്ന അവർ ചെന്നുപെടുന്ന ചെറിയ ചെറിയ കേസുകളിൽ അവരെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കാൻ വരെ നിരന്തരമായി എത്തുന്ന ഈ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി, എന്താണ് നിങ്ങളെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നതാണ്. അപ്പോ മനുഷ്യനോടുള്ള താല്പര്യം എന്ന് പറയും. ഈ മനുഷ്യനോടുള്ള താല്പര്യം എന്നത് ഈ നോവലിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയസ്ഥാനത്തുള്ള വാചകമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ കഠിനമായ അനുഭവങ്ങൾ അപ്പുറത്തെ അഭയാർത്ഥി ക്യാമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ അഭയാർത്ഥിയും ഓരോ ഗൂഢലിഖിതമായി മാറും. ഒരു വശത്ത് അങ്ങനെ, മറുവശത്ത് അച്ഛൻ തന്നെ ഒരു ഗൂഢലിപിയായി മാറും. ഇങ്ങനെ ഈ നോവൽ വേറൊരർത്ഥത്തിൽ അതിന്റെ ഭാഷ തന്നെ, നിലനിൽക്കുന്ന ജീവിതങ്ങളെല്ലാം തന്നെ ഗൂഢലിപിയുടെ ജീവിതങ്ങളായിരിക്കും. രത്നച്ചുരുക്കം മനുഷ്യൻ തന്നെയാണ് ഏറ്റവും വലിയ ഗൂഢലിപി എന്ന് വരുന്നത്. അതഴിച്ചെടുക്കാൻ, അതിനെ വായിക്കാൻ, ആ മനുഷ്യനിലെ രഹസ്യാത്മകതയെ കണ്ടെത്താൻ എത്രത്തോളം സാധിക്കുന്നു എന്ന ചോദ്യമായി അത് മാറുന്നു. അപ്പൊ ഇങ്ങനെ പല അടലുകളിൽ വികസിച്ചു വരുന്ന ഒരു ആഖ്യാനമാണ് തപോമയിയുടെ അച്ഛൻ ഉള്ളത് പ്രധാനമായിട്ടും. അതേസമയം ഇപ്പോ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അവിടെ അല്പം വിദ്യാഭ്യാസമുള്ള ഷാദർ എന്നൊരു കഥാപാത്രത്തെ പോലെ അയാൾ വളരുന്നു. പിന്നീട് അഭയാർത്ഥി ക്യാമ്പിൽ തന്നെ പല പ്രതിരോധങ്ങൾക്കും വിധേയനാവുന്നു, കൊല്ലപ്പെടുന്നു. പക്ഷെ ഈ കടന്നു വരുന്ന വഴികൾ അയാൾക്ക് ഈ ബംഗ്ലാദേശിൽ ഇതുപോലെയുള്ള അഭയാർത്ഥികളെല്ലാം കടന്നു വരുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ അവസ്ഥയുടെ ഇന്ത്യയിലേക്ക് എത്താൻ പെടുന്ന എല്ലാ സംഘർഷങ്ങളും സഹാനിലൂടെ നോവലിസ്റ്റ്